എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കണക്കിലെ ഒരു ഹരിക്കുന്നതിന്റെ ട്രിക്ക് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗുണിക്കുന്നതിന്റെയും ഹരിക്കുന്നതിന്റെയും കൂട്ടുന്നതിന്റെയും കുറയ്ക്കുന്നതിന്റെയും എല്ലാം തന്നെ ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമന്റ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെയുള്ള ട്രിക്സിന്റെ വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, അത് രണ്ടക്ക സംഖ്യ കൊണ്ടോ നാലക്ക സംഖ്യ കൊണ്ടോ എത്ര സംഖ്യ കൊണ്ടാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ യൂസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തേത് നോക്കുക, 160 ഹരിക്കണം 9. ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സംഖ്യയിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഇത് എത്ര പെട്ടെന്നാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കുക, ഇപ്പോൾ നമ്മൾ സാധാരണ ഹരിക്കുന്നതിനേക്കാളും വളരെ കുറവ് ടൈം മതി ഇത് എനിക്ക് ഹരിക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്, ഞാൻ എത്ര പെട്ടെന്നാണ് ആൻസർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇവിടെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് ഇത്ര പെട്ടെന്ന് ഈസി ആയിട്ട് ഇവിടെ നമുക്ക് 160നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 17, ശിഷ്ടം 7. ഓക്കെ, ഞാൻ ഇവിടെ 2 കോളമായിട്ട് തിരിച്ചിട്ടുണ്ട്. കിട്ടുന്ന ആൻസർ കോഷ്യൻ്റ് 17ഉം ശിഷ്ടം 7ഉം ആണ്. അപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഹരിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുക, 160 ഹരിക്കണം 9 ആണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അല്ലേ. ആദ്യം 160 അതുപോലെ എഴുതി. ഇനി ഹരിക്കണം എന്നുള്ളതിൻ്റെ ചിഹ്നം നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ എഴുതുന്നത്, ഹരിക്കണം 9. ഓക്കെ, 160 ഹരിക്കണം 9 എന്ന് എഴുതി. ഇനി ഇവിടെ 9 എന്ന് പറയുന്നത് ഒരക്ക സംഖ്യയാണ് അല്ലേ, ഒറ്റ അക്ക സംഖ്യയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരക്കം നീക്കിയിട്ട് ഒരു ലൈൻ ഇടുക. ഇവിടെ 0 ഒരു അക്കം കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഇട്ടു. ഇവിടെ ഒരക്ക സംഖ്യ ആയതുകൊണ്ട് 2 അക്കം ആണെങ്കിൽ 2 സ്ഥാനം നീക്കിയിട്ട് ലൈൻ ഇടും. ഓക്കെ, അപ്പോൾ ഒരക്കം ആയതുകൊണ്ട് ഒരക്കം കഴിഞ്ഞിട്ട് നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തു. ഇത്രയും മനസ്സിലായല്ലോ? ഇനി ഈ 9 10നോട് അടുത്ത് കിടക്കുന്ന സംഖ്യയല്ലേ. 9 10 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 1 കൂട്ടണം. ആ 1 ഈ 9ന്റെ താഴെ എഴുതുക. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 2 എഴുതുക. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 4 എഴുതുക. 10 ആവണമെങ്കിൽ എത്ര കൂട്ടണം അത്രയും അതിൻ്റെ താഴെ എഴുതി വെക്കുക. അപ്പോൾ 9 10 ആവണമെങ്കിൽ 9നോട് 1 കൂട്ടണം. ആ 1 ഇവിടെ എഴുതി. വലിയ പാടൊന്നും ഇല്ലല്ലോ. ഓക്കെ, അടുത്ത് ചെയ്യേണ്ടത് അടുത്തത് ഇവിടെ 160 എന്ന് പറയുന്ന സംഖ്യയിൽ ആദ്യത്തെ സംഖ്യ എന്താണ്? 1 ആണ്. ആ 1നെ അതുപോലെ നമ്മൾ താഴോട്ട് ഇറക്കി എഴുതുക. ഓക്കെ, ഈ 1നെ അതുപോലെ നമ്മൾ താഴോട്ട് ഇറക്കി എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 1ഉം ഈ 1ഉം തമ്മിൽ ഗുണിക്കുക. 1 × 1 എത്രയാണ്? 1. ആ 1 ഈ 6ന്റെ താഴെ ഇട്ട് കൊടുക്കുക. ഇവിടെയുള്ള 1 ഡയറക്റ്റായിട്ട് നമ്മൾ ഇറക്കി എഴുതി. 1 × 1 ചെയ്തു, 1 കിട്ടി, 6ന്റെ താഴെ ഇട്ടു. ഇനി ഈ 6ഉം ഈ 1ഉം കൂടെ കൂട്ടി എത്രയാണ്? 7 കിട്ടിയല്ലോ. ഇനി ഇവിടെ 7 എന്ന് പറയുന്നൊരു സംഖ്യ കിട്ടിയില്ലേ. ഈ 7നെയും ഈ 1 കൊണ്ട് ഗുണിക്കുക. ആദ്യം 1 ഇറക്കിയിട്ടു, ആ 1നെ ഈ 1 കൊണ്ട് ഗുണിച്ചു, ഇവിടെ എഴുതി. 6 1 കൂടെ കൂട്ടി 7 കിട്ടി. ഈ 7നെയും ഈ 1 കൊണ്ട് ഗുണിക്കുക. 7 1 എത്രയാണ്? 7. ആ 7 ഇവിടെ എഴുതാം. ഓക്കെ, ഇനി ഇത് തമ്മിൽ കൂട്ടാം. 0 7 കൂടെ കൂട്ടി എത്രയാണ്? 7. കഴിഞ്ഞു. ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ 2 കോളം ഉണ്ട്. ഈ അപ്പുറത്തെ സൈഡിൽ കാണുന്ന ഈ കോളം നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ റിമൈൻഡർ. ഓക്കെ, റിമൈൻഡർ എന്ന് വെച്ചാൽ ശിഷ്ടം. ഇവിടെ കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ, കോഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 17 ആണ് നമ്മുടെ കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ദെൻ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 6. ഓക്കെ, റിമൈൻഡർ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് നോക്കിക്കോളുക. നമുക്ക് ചെയ്താലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. വളരെ എളുപ്പമാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുമ്പോൾ കുറച്ച് ടൈം എടുത്ത പോലെ തോന്നും. നമുക്ക് അടുത്തൊരു 2-3 സംഖ്യയും കൂടെ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഫാസ്റ്റായിട്ട് ഇത് ചെയ്യാനായിട്ട് പഠിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളിത് ഒരിക്കലും നമ്മൾ ഹരിക്കുന്നത് സാധാരണ രീതിയിൽ ഹരിക്കാൻ നിങ്ങൾ എല്ലാവരും പഠിക്കണം. ഓക്കെ, ഇതിനെ പ്രൊമോട്ട് ചെയ്യാല്ല, പക്ഷെ നമുക്ക് മാത്സ് എന്ന് പറയുന്നത് ഇത്രയും രസകരമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് മത്സര പരീക്ഷകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഹരിക്കേണ്ട സന്ദർഭമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സാധാരണ രീതിയിൽ ഹരിക്കുമ്പോൾ നമുക്ക് ടേബിളൊക്കെ ചൊല്ലി ഹരിച്ച് വരുമ്പോഴത്തേനും ചിലർക്ക് മിസ്റ്റേക്ക് വരാം അല്ലേ. 0 ചേർക്കണം, പോയിന്റ് ചേർക്കണം, ശിഷ്ടം വരുമ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളതുണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് ഗുണിക്കേണ്ട ഭാഗം, ഗുണിക്കലും കൂട്ടലൊക്കെ ആകുമ്പോൾ ഹരിക്കുന്നതിൻ്റെ അത്രയും പാടില്ല. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയല്ലോ. ഒരു സംഖ്യയും കൂടെ നമുക്ക് നോക്കാം.
ഇവിടെ നോക്കുക 412 ഹരിക്കണം 9. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലുള്ളത് തന്നെ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിക്കുന്നതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? 412 ഹരിക്കണം, അത് നമ്മൾ എഴുതുക. 412 ഹരിക്കണം 9 എന്ന് നമ്മൾ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഇവിടെ ഒരക്കമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരക്കം എന്ന് പറയുമ്പോൾ അതുപോലെ ഇവിടെ നിന്ന് ഒരക്കം നീട്ടിയിട്ട് നമ്മളൊരു ലൈൻ വരച്ചു, സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? 9 10 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 1 കൂട്ടണം. ആ 1 ഇവിടെ എഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടെയുള്ള ഫസ്റ്റിലെ നമ്പർ, അതായത് ഇവിടെ 4 ആണ്, ആ ഫസ്റ്റിലെ നമ്പർ നമ്മൾ അതുപോലെ എഴുതി, 4 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ 4നെ ഈ 1 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ 4 × 1 എത്രയാണ്? 4. ആ 4 എവിടെ എഴുതണം? 1ൻ്റെ താഴെ എഴുതണം. അപ്പോൾ ഈ 1ഉം 4ഉം കൂടെ കൂട്ടിയാൽ 5 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കൂട്ടി കിട്ടിയ 5നെയും എന്ത് ചെയ്യണം? ഈ 1 കൊണ്ട് ഗുണിക്കുക. 5 × 1 എത്രയാണ്? 5. ആ 5 ഇവിടെ 2ൻ്റെ താഴെ എഴുതുക. 5ഉം 2ഉം കൂടെ കൂട്ടിയാൽ 7. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇവിടെ കിടക്കുന്ന ഈ 45 ആണ് നമ്മുടെ ക്വോഷ്യൻ്റ്. റിമൈൻഡർ ശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ഓക്കെ ആണല്ലോ, നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. 45 ശിഷ്ടം 7. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കുക, കാൽക്കുലേറ്ററിൽ ചെയ്താലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ 9 ഇട്ടിട്ട് ചെയ്തപ്പോൾ ഒരക്ക സംഖ്യ കൊണ്ട് എങ്ങനെയാണ് ഹരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടക്ക സംഖ്യയുടേത് നോക്കാം. അടുത്തത് നോക്കുക, 2732 ഹരിക്കണം 99. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 2 7 3 2 ഹരിക്കണം ഇങ്ങനെ എഴുതാം. ഓക്കെ, 99 ഇങ്ങനെ എഴുതി. ഇവിടെ ശ്രദ്ധിക്കുക, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 2 അക്കമാണ് അല്ലേ? 2 അക്ക സംഖ്യ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 2 സ്ഥാനം നീക്കിയിട്ട് നമ്മൾ ലൈൻ ഇടണം. കിട്ടിയല്ലോ, 2 സ്ഥാനം നീക്കിയിട്ട് ലൈൻ ഇട്ടു, ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി എന്ത് ചെയ്യണം? ഈ 99 എന്താവണമെങ്കിൽ 9 ആയിരുന്നപ്പോൾ നമ്മൾ 10 ആവാൻ വേണ്ടിയിട്ട് എഴുതി. ഇവിടെ 99 ആണ്. അപ്പോൾ എന്താക്കണം? 100 ആവണമെങ്കിൽ എത്ര വേണമെന്ന് നോക്കാം. 98 ആണെങ്കിൽ 100 ആവണമെങ്കിൽ എത്ര വേണമെന്ന് നോക്കാം. ഓക്കെ, ഏത് സംഖ്യ ആണെങ്കിലും 100 ആവാൻ എത്ര വേണമെന്ന് നോക്കാം. ഇവിടെ 99 ആണ്. 100 ആവണമെങ്കിൽ എത്ര വേണം? 1 വേണം. പക്ഷെ 1 എന്ന് മാത്രം എഴുതാൻ പാടില്ല. കാരണം എന്താണ്? ഇവിടെ 2 അക്ക സംഖ്യ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ 01 എന്ന് എഴുതണം. ഓക്കെ, അവിടെ 9 ആയിരുന്നതുകൊണ്ട് ഒറ്റക്ക ആയതുകൊണ്ട് 1 എന്ന് എഴുതി. ഇവിടെ 99 എന്ന് പറയുമ്പോൾ 2 അക്ക ഉണ്ട്. അപ്പോൾ ഇവിടെ 01 എന്ന് എഴുതി. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ സംഖ്യ അതുപോലെ എടുത്തെഴുതുക. 2 എന്നുള്ളത് അതുപോലെ എടുത്തെഴുതുക. എഴുതിയല്ലോ. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഈ 2നെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ 2 ഇവിടെ 1 മാത്രമായിരുന്നപ്പോൾ 2നെ 1 കൊണ്ട് ഗുണിച്ച് 2 എന്ന് ഇവിടെ താഴെ എഴുതി. ഓക്കെ, പക്ഷെ ഇവിടെ എന്തുണ്ട്? 2 0 ഉണ്ട് 1 ഉണ്ട്. 2നെ 0 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അത് നമ്മൾ ഇവിടെ 7ൻ്റെ താഴെ എഴുതി. അടുത്തത് 2നെ 1 കൊണ്ട് ഗുണിക്കണം അല്ലേ? 2നെ 1 കൊണ്ട് ഗുണിക്കണം. 2 × 1 എത്രയാണ്? 2. ആ 2 ഇവിടെ എഴുതി. മനസ്സിലായല്ലോ? 2നെ 0 കൊണ്ട് ഗുണിച്ചു ഇവിടെ എഴുതി, 2നെ 1 കൊണ്ട് ഗുണിച്ചു ഇവിടെ എഴുതി. ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 7ഉം 0 കൂടെ കൂട്ടിയാൽ 7 എന്നുള്ളത് ഇവിടെ ഇറക്കി എഴുതി. കിട്ടിയോ? 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? ഇവിടെ 5 എന്നുള്ളത് നമ്മൾ ഇറക്കി എഴുതി. ഓക്കെ, ഇനി ഈ 7നെ എന്ത് ചെയ്യണം? 0 കൊണ്ട് ഗുണിക്കണം. 7 × 0 എത്രയാണ്? 0. ആ 0 ഇവിടെ എഴുതി. ഓക്കെ, അടുത്തത് 7 × 1 എത്രയാണ്? 7. 7നെ 0 കൊണ്ട് ഗുണിക്കണം, 1 കൊണ്ട് ഗുണിക്കണം. 7 × 0 0 എന്ന് എഴുതി. 7 × 1 എത്രയാണ്? 7. ആ 7 ഇവിടെ എഴുതി. ഓക്കെ ആണല്ലോ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി എന്ത് ചെയ്യുക? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 3ഉം 2ഉം കൂടെ 5, ഇവിടെ ഇനി 7ഉം 2ഉം കൂടെ കൂട്ടാനുണ്ട്. 7ഉം 2ഉം കൂടെ കൂട്ടി എത്രയാ? 9. ആൻസർ ആയി കഴിഞ്ഞു. 27 നമ്മുടെ ആൻസർ. കോഷ്യൻ്റ് കിട്ടുന്നത് 27. 59 ആണ് നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? 27 ആൻസർ, 59 നമ്മുടെ ശിഷ്ടം. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. 2732 ഹരിക്കണം 99 എന്ന് എഴുതി. നമ്മൾ ഇങ്ങനെ ഹരിക്കുന്ന പോലെ എഴുതി. ഇവിടെ 2 അക്ക സംഖ്യ ആയതുകൊണ്ട് 2 സ്ഥാനം നീക്കി ലൈൻ ഇട്ടു. അതിനുശേഷം എന്ത് ചെയ്തു? 99 100 ആവണമെങ്കിൽ 1 കൂടണം. ഇവിടെ 2 അക്ക ആയതുകൊണ്ട് 01 എന്ന് എഴുതി. ഓക്കെ, ഫസ്റ്റിലെ സംഖ്യ 2 അതുപോലെ ഇറക്കി എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 2നെ 0 കൊണ്ട് ഗുണിച്ചു 0 എന്ന് എഴുതി. 2നെ 1 കൊണ്ട് ഗുണിച്ചു 2 എന്ന് എഴുതി. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്തു? 7നെ 0 കൊണ്ട് കൂട്ടി 7 എന്ന് എഴുതി. ഈ 7നെ അഗെയിൻ 0 കൊണ്ട് ഗുണിച്ചു 0 എന്ന് എഴുതി. 7നെ 1 കൊണ്ട് ഗുണിച്ചു 7 എന്ന് എഴുതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൂട്ടി 3ഉം 2ഉം 5 എന്ന് എഴുതി. 7ഉം 2ഉം കൂടെ കൂട്ടിയപ്പോൾ 9 എന്ന് എഴുതി. നമ്മുടെ ആൻസർ കിട്ടി 27. കോഷ്യൻ്റ് റിമൈൻഡർ എത്രയാണ്? 59. അടുത്തത് നോക്കുക, 11023 ഹരിക്കണം 97. അപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യയാണ്.
97 കൊണ്ടാണ് ഹരിക്കേണ്ടത്. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ, കുറേ നേരം എടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, ഈ സംഖ്യയെ അതുപോലെ എടുത്തെഴുതുക, ദെൻ ഹരിക്കണം അല്ലേ, 97 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം, 97 എന്ന് പറയുമ്പോൾ രണ്ടക്ക സംഖ്യയാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 സ്ഥാനം നീക്കിയിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തല്ലോ. ഇനി 97 100 ആവണമെങ്കിൽ എത്ര കൂട്ടണം, 3 കൂടണം. ഇവിടെ 2 അക്കമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 0 കൂടെ ചേർത്ത് എഴുതുക. അപ്പോൾ 03 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം, ആദ്യത്തെ സംഖ്യ അതുപോലെ ഇറക്കി എഴുതുക അല്ലെ, ഇവിടുത്തെ 1 എന്ന് പറയുന്ന സംഖ്യ അതുപോലെ ഇറക്കി എഴുതുക. ഇനി എന്ത് ചെയ്യണം, ഈ 1നെ ഈ 0 കൊണ്ട് 3 കൊണ്ട് ഗുണിക്കണം. 1 × 0 എത്രയാണ്, 0. 1 × 3 എത്രയാണ്, 3. ചെയ്തു കഴിഞ്ഞല്ലോ. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ എഴുതിയ സംഭവത്തെ മുകളിലുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതുക. 1ഉം 0 കൂടെ കൂട്ടിയാൽ 1, 3ഉം 0 കൂടെ കൂട്ടിയാൽ 3 കിട്ടി. ഇപ്പം നമ്മൾ 1നെ 0 കൊണ്ട് 3 കൊണ്ട് ചെയ്തു. അടുത്ത സംഖ്യ ഏതാണ്, ഇറക്കി എഴുതിയപ്പോൾ കിട്ടിയത് 13 ആണ്. ഈ 13നെ എന്ത് ചെയ്യുക, 0 കൊണ്ട് 3 കൊണ്ട് ഗുണിച്ചെഴുതുക. 13 × 0 എത്രയാണ്, 0. അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യണം കേട്ടോ. ഒരു സംഖ്യ നമ്മൾ ചെയ്തു, നിരത്തി എഴുതി. ഇനി രണ്ടാമത്തെ സംഖ്യ തുടങ്ങുമ്പോൾ അതിൻ്റെ താഴെ നിന്നാണ് ചെയ്തു പോകേണ്ടത്. ഓക്കെ, 13 × 0 0. 13 × 3 എത്രയാണ്, 39. അപ്പോൾ അത് ഈ നിരയിൽ എഴുതി. ഇനി അടുത്തൊരു സംഖ്യ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത സംഖ്യ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ താഴെ മുതലാണ് എഴുതി പോകേണ്ടത്. ഓക്കെ, അപ്പോൾ 39 എന്ന് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ ഇറക്കി എഴുതി കഴിഞ്ഞു, ബാക്കിയുള്ളത് കൂട്ടുക. ഇവിടെ നോക്കാം, 9ഉം 3ഉം കൂടെ കൂട്ടിയാൽ 12. 1 ശിഷ്ടം ഇവിടെ ഇട്ടു, 3ഉം 2ഉം 5, 1 6, 62 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, കോഷ്യൻ്റ് 113, റിമൈൻഡർ 62 എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്തത്. തന്നിട്ടുള്ള സംഖ്യ അതുപോലെ എടുത്തെഴുതി, ഹരിക്കണം 97. 97 എന്ന് പറയുമ്പോൾ രണ്ടക്ക സംഖ്യയാണ്, 2 സ്ഥാനം നീക്കി ലൈൻ ഇട്ടു. 97 100 ആവണമെങ്കിൽ 3 കൂട്ടണം, 3 0 ഇവിടെ ഇട്ട് കൊടുത്തു, രണ്ടക്കം ആയതുകൊണ്ട്. ദെൻ എന്ത് ചെയ്തു, ആദ്യത്തെ സംഖ്യ അതുപോലെ ഇറക്കി എഴുതി. ആ ഇറക്കി എഴുതിയ സംഖ്യനെ 0 കൊണ്ടും 3 കൊണ്ടും ഗുണിച്ചു. ദെൻ നമ്മൾ എഴുതി, തമ്മിൽ കൂട്ടി എഴുതി 13 എന്ന് കിട്ടി. ആ 13നെ 0 കൊണ്ടും 3 കൊണ്ടും ഗുണിച്ചെഴുതി. കിട്ടിയ ആൻസർ തമ്മിൽ കൂട്ടി എഴുതിയപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി, 113 എന്ന് പറയുന്ന കോഷ്യൻ്റും 62 എന്ന് പറയുന്ന റിമൈൻഡറുമായിട്ട് കിട്ടി. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം, സെയിം ആൻസർ തന്നെയാണ് വരിക. ഓക്കെ ആണല്ലോ. ഒരു നമ്പർ കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നോക്കുക, 2163 ഹരിക്കണം 99. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നും കൂടെ ചെയ്തത്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ 2163 ഇങ്ങനെ എഴുതി, ഹരിക്കണം 99 എന്നുള്ളത് എഴുതി. എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ രണ്ടക്കമാണ്. അപ്പോൾ രണ്ടക്കം നീക്കിയിട്ട് ഇവിടെ ലൈൻ ഇട്ടു. ഇനി സ്പീഡിൽ ചെയ്യാലോ. 99 എന്ന് പറയുന്നത് 100 ആവണമെങ്കിൽ 1 കൂട്ടണം. ഇവിടെ രണ്ടക്കം ആയതുകൊണ്ട് 0 കൂടെ ചേർത്തു. ഇനി എന്ത് ചെയ്യാം, ആദ്യത്തെ സംഖ്യ അതുപോലെ ഇറക്കി എഴുതുക. 2 അതുപോലെ തന്നെ ഇറക്കി എഴുതി. ഇനി 2നെ ഇതുകൊണ്ട് ഗുണിക്കുക. 2 × 0 എത്രയാണ്, 0 ആണ്. 2 × 1 2. ഇവിടെ കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് എഴുതുക കേട്ടോ. ഓക്കെ, ഇതിൻ്റെ താഴെ എഴുതാൻ പറ്റില്ല, ഇത് നമ്മൾ ഇറക്കിയിട്ടതാണ്. അടുത്തതിൻ്റെ താഴെ വേണം എഴുതാൻ. അപ്പോൾ 2 × 0 0, 2 × 1 2 എഴുതി കഴിഞ്ഞല്ലോ. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇതിനെ കൂട്ടി എഴുതാം. 1ഉം 0 കൂടെ കൂട്ടിയാൽ 1, 6ഉം 2ഉം അവിടെ ഉണ്ട്, നമുക്കത് എഴുതാം. അതിന് മുന്നേ ഈ 1 ഉണ്ടല്ലേ, ഈ 1നെ എന്ത് ചെയ്യണം, വീണ്ടും നമുക്ക് ഗുണിക്കണം. 1 × 0 എത്രയാണ്, 0 ആണ്. ഇപ്പം നമ്മൾ ഇവിടം വരെ ചെയ്തു. ഇനി അടുത്തത് എഴുതേണ്ടത് ഇതിൻ്റെ താഴെയാണ് കേട്ടോ. 1 × 0 0, 1 × 1 എത്രയാണ്, 1 എഴുതി കഴിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യുക, ഇനി കൂട്ടി എഴുതാം. 6ഉം 2ഉം കൂടെ കൂട്ടിയാൽ 8, 3ഉം 1ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്, 4. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി, 2184. ഇതെന്താണ്, ഇത് കോഷ്യൻ്റ് ആണ്, ഇത് റിമൈൻഡർ ആണ്. അതായത് 21 നമുക്ക് ആൻസർ കിട്ടുക, 84 എന്താണ്, ശിഷ്ടം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2163നെ 99 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 21 എന്ന ആൻസർ കിട്ടും, 84 ശിഷ്ടവും കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തന്നിട്ടുള്ള സംഖ്യ അതുപോലെ എടുത്തെഴുതി, 99 കൊണ്ട് ഹരിക്കണം എന്ന് എഴുതി. 99 രണ്ടക്കമാണ്, 2 സ്ഥാനം നീക്കി ലൈൻ ഇട്ടു. ദെൻ 99 100 ആവാൻ 1 കൂട്ടണം. രണ്ടക്കം ആയതുകൊണ്ട് ഒരു 0 കൂടെ ഇടതുവശത്ത് ചേർത്ത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്തു, ആദ്യത്തെ സംഖ്യ അതുപോലെ ഇറക്കി എഴുതി, അതിനെ 0 കൊണ്ട് ഗുണിച്ചു, 1 കൊണ്ട് ഗുണിച്ചു എഴുതി. പിന്നെ എന്ത് ചെയ്തു, ഇത് തമ്മിൽ കൂട്ടി എഴുതി, അതിനെ വീണ്ടും 0 കൊണ്ട് ഗുണിച്ചു, 1 കൊണ്ട് ഗുണിച്ചു എഴുതി. ദെൻ വീണ്ടും കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് സംഖ്യ ആണെങ്കിലും, ഇപ്പോൾ 96 കൊണ്ടാണെങ്കിൽ 04 എന്ന് എഴുതാം 100ലോട്ട് എത്താൻ. ഓക്കെ, 95 ആണെങ്കിൽ 05 എന്ന് എഴുതാം, 92 ആണെങ്കിൽ 08 എന്ന് എഴുതാം. ഓക്കെ, ആ രീതിയിൽ എഴുതിയിട്ട് നമുക്ക് ഏത് സംഖ്യ വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. മനസ്സിലായല്ലോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ ഓക്കെ, എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്